മിഷണറീസ് ഓഫ് ജീസസ് മദർ ജനറലിനെതിരെ കുറുവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ പരാതി പറഞ്ഞിട്ടും മദർ ജനറൽ കേട്ടില്ലെന്ന് കുറുവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ബിഷപ്പിനെയാണ് ഇപ്പോഴും മദർ ജനറൽ വിശ്വസിക്കുന്നത്. പരാതിയിൽ സത്യമുള്ളതിനാലാണ് കന്യാസ്ത്രീക്കൊപ്പം നിൽക്കുന്നത്. ജീവൻ മരണ പോരാട്ടമാണ് നടത്തുന്നതെന്നും തിരുവസ്ത്രമിട്ട സമരത്തിനിറങ്ങുന്നതിനാൽ തങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന ആശങ്കയും കന്യാസ്ത്രീകൾ മീഡിയ വണ്ണിനോട് പങ്കുവച്ചു. ഞങ്ങൾ ഈ ഉടുപ്പിട്ട് ഈ ധർണയ്ക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് ഞങ്ങളുടെ ഒരു ജീവമരണ പോരാട്ടമാണ്. എന്തും സംഭവിക്കാം, സഭയിൽ നിന്ന് അവർ പ്രതികരിക്കും. കാരണം ഇങ്ങനെ സന്യാസ വേഷമിട്ട് ആരും ഇതുവരെ ധർണയ്ക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവർ എന്ത് നടപടിയെടുത്താലും ഞങ്ങളത് നേരിടാൻ റെഡിയാണ്. കാരണം ഈ സിസ്റ്റർ നൽകിയിരിക്കുന്ന പരാതി ഒരു നുണയായ വ്യാജമായ പരാതിയല്ല, അതിൽ സത്യസന്ധതയുണ്ട്. ഇപ്പോൾ സത്യസന്ധത ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ 42 ദിവസം കഴിഞ്ഞ് അതിൻ്റെ മെമ്മോറാണ്ടം ഹൈക്കോടതിനെ സമീപിക്കുകയില്ലായിരുന്നു, അവരത് തള്ളിക്കളഞ്ഞേനെ. അപ്പോൾ ഇതിൽ സത്യസന്ധതയുണ്ട്, ഇതിൽ സത്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഈ സമൂഹത്തിനകത്ത് ഉണ്ട്. ഞങ്ങളുടെ മദർ ജനറലിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സമ്മർദ്ദം. കാരണം ഈ കേസ് ആദ്യം തന്നെ വന്നപ്പോൾ ഞങ്ങൾ മദർ ജനറലിനെയാണ് സമീപിച്ചത്. ഞങ്ങളുടെ മദർ ജനറൽ ഒരു അമ്മ എന്ന സ്ഥാനത്ത് നിന്നാണ് ഞങ്ങൾ ഈ മക്കളായ ഞങ്ങൾ മദർ ജനറലിനെ സമീപിച്ചത്. പക്ഷേ ആ ജനറലിൻ്റെ ഭാഗത്തുനിന്ന് ജനറലിൻ്റെയോ കൗൺസിലേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ അമ്മ എന്നൊരു മക്കളെന്നൊരു പരിഗണന സിസ്റ്റർ നൽകിയില്ല ഞങ്ങൾക്ക്. ഈ കേസ് പറഞ്ഞപ്പോഴും സിസ്റ്ററിന് വിശ്വാസം ഈ ബിഷപ്പ് ഫ്രാങ്കോയെ തന്നെയാണ്. ഞങ്ങൾ സ്വന്തം സിസ്റ്റേഴ്സായിട്ട് പോലും ഞങ്ങളെ വിശ്വസിക്കുന്നില്ല. സ്വന്തം സമൂഹത്തിലെ അല്ലാത്തൊരു വ്യക്തിയായ ബിഷപ്പ് ഫ്രാങ്കോയാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്, അത് ബിഷപ്പ് ഫ്രാങ്കോയെ. അതുകൊണ്ട് അവർ ഈ പ്രസ്താവന ഇറക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കലും അവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ അവർ പറയുന്നു ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന മദറായ സിസ്റ്റർ ടിൻസിയെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന്. അങ്ങനെ സിസ്റ്റർ ടിൻസിയെ ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിൽ ആ സിസ്റ്റർ പോലീസിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഞങ്ങളോട് ആ സിസ്റ്റർ പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ഒരു അറിവില്ല. ഇത്രയും നാൾ ഇപ്പോൾ ആ സിസ്റ്റർ ഇവിടെ നിന്ന് പോയിട്ട് ഏകദേശം 4-5 മാസമായി. ഇന്ന് വരെ ഇന്ന് ഈ പ്രസ്താവന ഇറക്കി ആ സമയത്താണ് ഞങ്ങൾ അതിൽ നിന്ന് വായിക്കുന്നത് ആ സിസ്റ്ററിന് ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്ന്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജനറലും കൗൺസിലേഴ്സും നടത്തുന്നുണ്ട്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ബിഷപ്പ് ഫ്രാങ്കോയെ രക്ഷിക്കണം. ബിഷപ്പ് ഫ്രാങ്കോയുടെ ഈ കുറ്റവിമുക്തനല്ല എന്ന് ആക്കി തീർക്കണം. കുറ്റവാളിയെ അവർക്ക് ഒളിപ്പിച്ച് രക്ഷപ്പെടുത്തണം എന്ന ഒറ്റ ചിന്ത മാത്രമേ. പുറത്ത് ചാടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിനു മുമ്പും അവർ ശ്രമിച്ചിട്ടുണ്ട് പുറത്ത് ചാടിക്കാൻ, അന്ന് സാധിച്ചില്ല. കാരണം ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിൽ 3 സിസ്റ്റേഴ്സ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ്. ഞങ്ങൾ 3 പേര് ഞങ്ങളുടെ പോസ്റ്റ് ഇവിടെ അല്ലായിരുന്നു. ഞങ്ങൾ ബീഹാറിൽ നിന്നും പഞ്ചാബിൽ നിന്നും വന്നവരാണ്. കാരണം ഞങ്ങളുടെ സഹോദരി അനുഭവിക്കുന്ന വേദന ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഈ സിസ്റ്റർ ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഇതിന് പ്രധാന കാരണക്കാരി തന്നെ ഞങ്ങളുടെ ജനറലാണ്. ഞങ്ങളുടെ ജനറൽ ഒരു ഉറച്ച തീരുമാനം തുടക്കത്തിൽ തന്നെ എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരികയില്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ വരികയില്ലായിരുന്നു. ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയെങ്കിൽ സമൂഹത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണക്കാരി ഞങ്ങളുടെ ജനറലും ഞങ്ങളുടെ കൗൺസിലേഴ്സും തന്നെയാണ്. ഇതിനകത്ത് ഇപ്പം ഒരു റിലീസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അന്ന് ഈ ആദ്യത്തെ ഒരു സംഭവത്തിന് ശേഷം കന്യാസ്ത്രീക്ക് സന്മനസ്സോടുകൂടിയാണ് പല പരിപാടികളും പങ്കെടുത്തത്, സന്തോഷവതിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ പരാതിക്കാരിയെ കന്യാസ്ത്രീയെ മോശമാക്കുന്ന രീതിയിൽ അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടന്നതെന്നുള്ളൊരു പരാമർശം കൂടിയുണ്ട്. നിങ്ങളെ മാത്രമല്ല ആ ആരോപണങ്ങളെ ആകെ സിസ്റ്റർ പങ്കെടുത്തേക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ തന്നെ ഉള്ളൊരു പരിപാടിയാണ് പിറ്റേ ദിവസം തന്നെ നടന്നത്. അത് ഓൾറെഡി അറേഞ്ച് ചെയ്തേക്കുന്ന പ്രോഗ്രാമാണ്. എങ്ങനെയാണ് അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നത്? സിസ്റ്റർ അത് മനസ്സിലൊതുക്കി സിസ്റ്റർ അത് ഇപ്പോൾ സിസ്റ്റർ ഇവിടെ വിഷമിച്ച് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ വീട്ടുകാരെ ചോദിക്കുന്നതിൽ എന്താണ് അവിടെ പറ്റിയെന്നുള്ളത്. സിസ്റ്റർ അന്നേരം അത് പുറത്ത് പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. സിസ്റ്ററിന് ആ ഭയവും ഭീഷണിയും ഉണ്ടായിരുന്നതുകൊണ്ട് സിസ്റ്റർ അത് പറയാൻ പറ്റിയില്ല എന്ന്. ഈ ബിഷപ്പ് സിസ്റ്ററിനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു കൂടെ കൊണ്ടുപോയേക്കുന്ന ഭീഷണിപ്പെടുത്തിയായിരിക്കത്തില്ല, പക്ഷേ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം സിസ്റ്ററിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അല്ലാതെ ഇവർ പറയുന്ന പോലെ അല്ല. സിസ്റ്റർ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സങ്കടവതിയായിട്ട് കണ്ടിട്ടില്ല. സിസ്റ്റർ അങ്ങനെ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കാണിക്കില്ലായിരുന്നു അങ്ങനെ. ടോബി ജോൺസണുണ്ട് വിശദാംശങ്ങളുമായി. ടോബി, വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ. മഠത്തിനകത്ത് കന്യാസ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള ഒരു തുറന്നു പറച്ചിലാണ് കന്യാസ്ത്രീകൾ നടത്തിയിരിക്കുന്നത്. അവിടെയുള്ള മദർ സുപ്പീരിയർ തന്നെ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ പീഡനങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക്
കൂട്ടുനിന്നു എന്ന് കന്യാസ്ത്രീകൾ പറയുന്നു. ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇക്കാര്യത്തിൽ ഇനിയും അവർ നടത്തിയേക്കാം. ഈ സംഭവത്തിൽ ഇവരുടെ പുതിയ മൊഴികളടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അഷഫ, അത് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം ഈ ബിഷപ്പ് കൂടുതൽ പ്രതിരോധത്തിലായ ഒരു സാഹചര്യത്തിലാണ് ഇവരെ മഠത്തിൽ നിന്നും പുറത്താക്കി ഇവരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളൊരു തന്ത്രം ഇപ്പോൾ ഈ സന്യാസി സമൂഹം സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും മദർ ജനറലിന്റെ ഭാഗത്ത് നിന്നടക്കം അന്നു മുതൽ, അതായത് ഈ പരാതി എന്നു മുതൽ ഉയർന്നു വന്നോ ആ സമയം മുതൽ ഇത് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഈ മദർ ജനറൽ അടക്കമുള്ളവർ ബിഷപ്പിന് വേണ്ടി ചെയ്തിരുന്നത് എന്നുള്ള ഒരു നിർണായക വെളിപ്പെടുത്തൽ കൂടിയാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആദ്യ സംഭവം നടന്നതിന് ശേഷം ഇവർ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ ആ പരാതി അത് മുഖവിലക്കെടുക്കുന്നതിനോ അതിൽ നടപടിയെടുക്കുന്നതിനോ യാതൊരു തരത്തിലും ഒരു നടപടിയെടുക്കുന്നതിനും ഈ മദർ ജനറൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്നാണ് ഇപ്പോൾ സമരവുമായി ഇവർ പുറത്തിറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഈ 5 കന്യാസ്ത്രീമാർ ഇറങ്ങിയപ്പോൾ അവരെ പുറത്താക്കാനുള്ള ഒരു നടപടിയായി, അല്ലെങ്കിൽ അവർ സന്യാസി സമൂഹത്തിന്റെ ഭാഗമേ അല്ല, അവർ ഈ കന്യാസ്ത്രീ മഠത്തിലെ അന്തേവാസികളല്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരുങ്ങുന്നത്. എന്തായാലും ഇത് വലിയ ഒരു നിർണായക വെളിപ്പെടുത്തൽ തന്നെയാണ്. ഒപ്പം തന്നെ അവരെടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ബിഷപ്പ് ഭീഷണിപ്പെടുത്തിയാണ് ഈ കന്യാസ്ത്രീയെ പലപ്പോഴായി പീഡിപ്പിച്ചത് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. ഈ മൊഴി, ഇങ്ങനെ ഒരു മൊഴി അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയതായി നമുക്ക് അറിവില്ല. പക്ഷേ അതൊരു വലിയ നിർണായകമായിട്ടുള്ള ഒരു മൊഴി തന്നെയാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതും ആദ്യത്തെ തവണ പീഡിപ്പിച്ചത് 2013 മെയ് 5-നാണ്. അതിനുശേഷം 2014 മെയ് 5-നാണ്. അതിനുശേഷം നടന്ന പീഡനങ്ങൾ, അതായത് അതിനുശേഷം 12 തവണ പീഡിപ്പിച്ചു എന്നാണ് പരാതിയിലുള്ളത്. ആ പരാതി പ്രകാരമാണെങ്കിൽ തുടർന്നുള്ള പീഡനങ്ങൾ നടന്നത് ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണെന്ന് തന്നെയാണ് കന്യാസ്ത്രീക്കൊപ്പമുള്ള മറ്റ് കന്യാസ്ത്രീമാർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ 85ഓളം കന്യാസ്ത്രീമാർ വരുന്ന ഈ സന്യാസി സമൂഹത്തിലെ 5 കന്യാസ്ത്രീമാരെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ സഭയുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഈ സന്യാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും അത് നേരിട്ടതിന് ശേഷം മാത്രമേ അത് നേരിടാൻ തങ്ങൾ തയ്യാറാണെന്ന് തന്നെയാണ് ഈ കന്യാസ്ത്രീമാർ പറയുന്നത്. അതിന് അവർ ആധാരമായി പറയുന്നത്, ഈ കന്യാസ്ത്രീയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ ഭാഗത്ത് സത്യമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പരാതി മദർ ജനറലിനോട് അന്നേ പറഞ്ഞതാണ്. പക്ഷെ അന്ന് അവർ അത് മുഖവിലക്കെടുത്തില്ല. ഒരു ബിഷപ്പിനെതിരെ അല്ലെങ്കിൽ തങ്ങളുടെ പിതാവിനെതിരെ എങ്ങനെ നടപടിയെടുക്കുമെന്നുള്ളൊരു മറു ചോദ്യമാണ് അവർ ചോദിച്ചതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക്, അതായത് സഭയുമായി ബന്ധപ്പെട്ട് മറ്റ് കർദിനാൾ, അതുപോലെ തന്നെ പാലാ ബിഷപ്പ്, മാർപ്പാപ്പ, വത്തിക്കാൻ സ്ഥാനപതി തുടങ്ങിയവർക്കെല്ലാം പരാതി അയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അവരിൽ നിന്നും നീതി ലഭിക്കാതെ വന്നതോടുകൂടിയാണ് പോലീസിലേക്കും ഇപ്പോൾ പൊതുസമൂഹത്തിലേക്കും ഹൈക്കോടതിയിലേക്കും ഇവർക്ക് വരേണ്ടി വന്നിരിക്കുന്നത്. ടോബി, ഈ പരാതി ഉയർന്നിട്ടും ഇതിൽ പോലീസ് കേസെടുത്തിട്ടും മാസങ്ങളായി. പക്ഷേ ആഭ്യന്തര വകുപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നതെന്ന് ഇതുവരെയുള്ള പല കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇതുവരെ കന്യാസ്ത്രീയെ പലതവണ ചോദ്യം ചെയ്യുന്നു, അവരെ മാനസികമായി ചോദ്യം ചെയ്ത് പീഡിപ്പിക്കുന്നു എന്നല്ലാതെ ബിഷപ്പിനെതിരെ ചെറുവിരലനക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് നീതി കിട്ടില്ല, സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും നീതി കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ട് പോലും കന്യാസ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ രംഗത്ത് വരുന്നത്, അവർക്ക് അത്തരത്തിലുള്ളൊരു പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണോ? അങ്ങനെ അവർ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് അഷ്റഫ് പറയുന്നത്. കാരണം സഭയ്ക്കുള്ളിൽ നിന്നും പോലീസിൽ നിന്നും നീതി ലഭിക്കുന്നില്ല. ഇനിയുള്ളത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിക്കൊപ്പം പൊതുസമൂഹം. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, സന്യാസി സഭയ്ക്കുള്ളിൽ തങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സഭയ്ക്ക് പുറത്തുള്ള, അല്ലെങ്കിൽ സഭയുടെ അനുഭാവികളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള പലരും തങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊപ്പം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു നിലപാടെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ സമരം തുടരുന്നത്. നീതി ലഭിക്കുന്നത് വരെ സമരം തുടരുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ശരി ടോബി, വിശദാംശങ്ങൾക്കായി തിരിച്ചെത്താം.